ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് പുറത്ത് നല്ല മഴയാണ് ഗൈസ്. ശബ്ദം കേൾക്കുമെന്ന് അറിഞ്ഞൂടാ, ബട്ട് പുറത്ത് നല്ല മഴയാണ്. പുറത്തിറങ്ങി നോക്കിയപ്പോൾ മഴയെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചൂടോടെ അങ്ങനെ ഉണ്ടായി കഴിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹൗ അബൌട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയത്. ഏറ്റവും ഈസിയായ ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതൊന്നല്ല, ആക്ച്വലി ഞാനൊരു ഭയങ്കര ലേസി പേഴ്സണാണ്. അപ്പോൾ എനിക്ക് പറ്റിയ രീതിയിൽ ഉണ്ടാക്കുന്ന സിമ്പിൾ ഫ്രഞ്ച് ഫ്രൈസ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം കാണിച്ചാൽ ഒരാളോട് ഇങ്ങനെ കടന്നുറങ്ങുന്നില്ല, ലൈക്ക് എൻ്റെ വണ്ടിയിൽ സുഖമായി ഇത് കിടക്കുന്നു. എന്നിട്ട് മഴ കണ്ടുകൊണ്ട് ഞാൻ കാണിച്ചത് ഗൈസ്. നിങ്ങൾ കാണുമ്പോൾ എനിക്കറിയില്ല, നോക്കൂ. ആദ്യം എന്നെ കുറേ നോക്കിയതാണ്. വേണ്ട എഴുന്നേറ്റ് വേണ്ട. ഇന്ന് ഇങ്ങോട്ടായിരുന്നു പോയി ഗൈസ്. ഇതിനകത്ത് ഫ്രഞ്ച് ഫ്രൈസിന് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞിട്ടില്ലേ ഗൈസ്, അതിലൊന്നാണ് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡി. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ട് ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് സാധനം മേടിച്ചാൽ മതി. ഞാൻ ഇതുവരെ ഫ്രോസൺ ഫ്രൈസ് മേടിച്ചിട്ട് കഴിച്ചു നോക്കിയില്ല, ഉണ്ടാക്കി നോക്കിയില്ല. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. അങ്ങനെ നമ്മളോട് പറഞ്ഞത് ഇൻസ്ട്രക്ഷൻ അല്ല, കുക്ക് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മറ്റേ പാക്കറ്റിൽ വായിച്ചപ്പോൾ ഒരു 3-4 മിനിറ്റ് എണ്ണ ചൂടാക്കിയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. വെച്ചിട്ടുണ്ട്. ഇടുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചിടുക, പല പൊട്ടിത്തെറികളും ഇതിനകത്തുണ്ടാവും. സോ ബി കെയർഫുൾ. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ചെറിയൊരു കഷ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കി, ഫ്രഞ്ച് ഫ്രൈ പോലെ തന്നെ ഉണ്ട്. കുഴപ്പമില്ലായിരിക്കും അല്ലേ? ഫ്രോസൺ ആയതുകൊണ്ട് എനിക്കും വലിയൊരു ഐഡിയ ഇല്ല ഇതിൻ്റെ ടേസ്റ്റും കാര്യമെല്ലാം എങ്ങനെയാണ്. സോ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്, വിത്ത് ടൊമാറ്റോ സോസ്. ഒരു കാര്യം, ഇത് ഫ്രൈ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക, പല പൊട്ടിത്തെറികളും സംഭവിക്കാം. കാരണം എണ്ണയെല്ലാം പൊട്ടിത്തെറിച്ചത് എൻ്റെ പൊന്നോ പറയാനില്ല, അത്രക്കും പൊട്ടിത്തെറിച്ചത്. സോ ബി കെയർഫുൾ ഗൈസ്, ബി കെയർഫുൾ. നല്ല മഴയത്ത് ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുക, ടൊമാറ്റോ സോസ് എടുക്കുക, എനിക്ക് കഴിക്കുക ഗൈസ്. നല്ല മഴയത്ത് ടൊമാറ്റോ സോസും കൂട്ടി ഉണ്ടാക്കി ഫ്രഞ്ച് ഫ്രൈസ് ചൂടോടെ. ടൊമാറ്റോ സോസ് ചൂട് ചെയ്യണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അടിപൊളി.